ആലുവായിലാണ്. ഞാനൊരു 8 വർഷത്തിന് മുമ്പായിട്ട് ടൈലർ ഷോപ്പ് സ്വന്തമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു. ഒരു 7 വർഷത്തിന് മുമ്പ് എൻ്റെ മോന് ഒരു സ്ട്രോക്ക് വന്ന് തളർന്നുപോയി, ഒരു വർഷം തളർന്നുപോയി കിടപ്പിലായിരുന്നു. ഈ ബയോട്ടോറിയം പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയ റിസൾട്ടുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സങ്കടങ്ങളും എല്ലാം അതിലുണ്ട്. ആ ഒരു പ്രോഡക്റ്റ് ലിജ എന്ന് പറയുന്ന കുട്ടിയാണ്, എൻ്റെ ഒരു കൂട്ടുകാരിയാണ്, എൻ്റെ നാട്ടുകാരിയായിരുന്നു. കെട്ടിച്ചു വിട്ടപ്പോൾ 2 സ്ഥലത്തോട്ടാണ് കെട്ടിച്ചു വിട്ടത്. ഒരാൾ തോട്ടുവായിൽ, ഒരാൾ കല്ലറയിലുമായിപ്പോയി. ഈ ഒരു 7 വർഷം മുമ്പ് എൻ്റെ കൊച്ചിന് ഒരു അസുഖം വന്നെന്ന് അവളെ എവിടെയോ വെച്ച് ആരോ പറഞ്ഞറിഞ്ഞിട്ട് ഈ ഒരു പ്രോഡക്റ്റ് അവളുടെ കയ്യിൽ കിട്ടിയപ്പം ആ പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ എത്തിയപ്പം എനിക്ക് 7 വർഷം കഴിഞ്ഞു പോയിരുന്നു കേട്ടോ. ഈ ഒരു 7 മാസം മുമ്പ് ഈ പ്രോഡക്റ്റിൻ്റെ കയ്യിലെത്തി. എനിക്ക് കിട്ടിയ റിസൾട്ട് വളരെ വലുതായിരുന്നു. എൻ്റെ കൊച്ചിന് അതുവരെ പരസഹായം കൂടാതെ നടക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ കൊച്ചിന് ഒരു 23 വയസ്സുള്ള കുട്ടിയുടെ കൈ പിടിച്ച് നടന്നു പോകുന്ന അവസ്ഥ ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ഈ ഒരു കയ്യെ ഈ കൊച്ചിനെ പിടിച്ച് 3 കാലുള്ള വടിയും പിടിച്ചാണ് ഞാൻ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം മോനെ സ്കൂളിൽ വിടുന്നുണ്ട്. അവൻ ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച അന്ന് മുതൽ എൻ്റെ കുട്ടിക്ക് കിട്ടിയ റിസൾട്ട്, അവൻ അന്ന് തന്നെ നല്ലപോലെ ഉറങ്ങാൻ പറ്റി. അത്രയും ദിവസം എഴുന്നേറ്റ് നടക്കും രാത്രിയിൽ മുഴുവനും. രാത്രിയിൽ അന്ന് അവൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും എന്നോട് കൊച്ചു തന്നെ എഴുന്നേറ്റ് എന്തിനും കട്ടിലേക്ക് നിന്ന് കയ്യെ പിടിച്ച് എഴുന്നേപ്പിച്ചുകൊണ്ട് വരുന്ന കൊച്ച് പിറ്റേ ദിവസം തന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ഈ സംഭവം അമ്മ വാങ്ങിച്ച ഈ പ്രോഡക്റ്റ്, അമ്മ ഈ തന്ന ബെഡ്, അത് കിടന്നുറങ്ങിയിട്ട് എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റി. രാവിലെ എനിക്ക് തന്നെ എഴുന്നേക്കാൻ പറ്റി. അമ്മ വിളിക്കാതെ എഴുന്നേറ്റ് വന്നില്ലേ. അപ്പം ഞാൻ തന്നെ ഓർക്കും, ഞാൻ സ്വപ്നം കാണുവാണോ, എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് ഇത്രയും റിസൾട്ട്. ആദ്യമൊക്കെ 2-3 പ്രാവശ്യം വന്നിട്ട് ഞാൻ പുറകോട്ട് വിട്ടതാണ്. ഈ ഒരു പ്രോഡക്റ്റ് 10-17,000 രൂപയുടെ ഗുളിക ഒരു മാസം കഴിക്കുന്ന കൊച്ച് ഈ ബെഡിൽ കിടന്ന അസുഖം മാറുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? ആദ്യത്തെ ദിവസം ലിജയോട് ഞാൻ പറഞ്ഞു, ലിജ 1 മാസത്തെ മരുന്നിനുള്ള പൈസ ഇത്രയും വേണം. അതിനിടയ്ക്ക് 7,790 രൂപ കൊടുത്ത് ഈ ബെഡ് വാങ്ങാനുള്ള കഴിവ് എനിക്കിപ്പോൾ ഇല്ല. നല്ലൊരു തൈകൾ നടത്തുന്ന ആളാണ്. എന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ റിസൾട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് ഓരോ ദിവസം നല്ല നല്ല ഇമ്പ്രൂവ്മെൻറ്റിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർത്തു, ഇത് ദൈവം തൊട്ട പ്രോഡക്റ്റ് എന്ന് അവർ പറഞ്ഞെങ്കിലും ഇത് ദൈവം തൊട്ട പ്രോഡക്റ്റ് തന്നെയാണ്. അതിലൂടെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ആണ് ഞാനിത് ആദ്യമായിട്ട് കൊടുക്കുന്നത്. അവൾക്ക് ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെയെല്ലാം നീരെല്ലാം വെച്ച് കാലെല്ലാം നല്ല നീരായിരുന്നു. അവൾക്ക് ഞാൻ ഈ പ്രോഡക്റ്റ് കൊടുത്തു. ആദ്യം കൊടുത്തപ്പോൾ തന്നെ അവളോട് ഞാൻ പറഞ്ഞു, നീ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കും, എന്നിട്ട് നിനക്ക് കിട്ടുന്ന റിസൾട്ട് നീ മറ്റുള്ളവരോടൊന്ന് പറഞ്ഞാൽ മതി, ഒന്നും വേണ്ട, നിൻ്റെ അസുഖം മാറിയാൽ നിനക്ക് ഇത് വിശ്വാസമാവില്ല എന്ന് പറഞ്ഞു കൊടുത്തു. അവളത് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് പ്രസീന എന്നാണ് പേര്, ഇവിടെ ഇരിപ്പുണ്ട്. അവൾ നല്ല ഓക്കെ ആയി. ആ ഒരു അസുഖം ഇപ്പോൾ അവൾക്കില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഇത് ഈ പ്രോഡക്റ്റിനോട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഹസ്ബൻഡ് ഭയങ്കര ശ്വാസം മുട്ടില്ല. എവിടെ ഓട്ടോറിക്ഷക്കാരനാണ്, എവിടെ ഓട്ടം പോയാലും ഈ ഇൻഹേലറിൽ എടുത്തോണ്ട് വാടിയെന്ന് പറഞ്ഞ് എന്നെ വിളിക്കും. ഞാൻ നടക്കുന്ന വഴി 2 വീലറിൽ ഇത് കൊണ്ടുവരണം, പുള്ളിക്ക് അവിടെ നിന്ന് വണ്ടി ഓടിച്ച് തിരിച്ചു വരണമെങ്കിൽ. അപ്പോൾ ഇതൊന്നും ഇട്ട് കിടക്കുന്ന പറയുമ്പോഴത്തേക്കും എന്നെ എന്ത് ചെയ്യാൻ സമ്മതിക്കും. നീ പറഞ്ഞ് ആരാണ്ട് എന്തോ കള്ളത്തരം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇപ്പോൾ കൊച്ചിൻ്റെ റിസൾട്ട് ഇത്ര വലുതല്ലേ, നിങ്ങൾക്കൊന്ന് ഇട്ട് കിടക്കുന്നു നോക്കുമെന്ന് പറയുമ്പോൾ എന്ത് ഇത് ഉപയോഗിക്കത്തില്ല. ഞാൻ അറിയാതെ തന്നെ ബെഡിനടിയിൽ ഷീറ്റിനടിയിൽ ഈ ബെഡ് ഇത് വെച്ചിട്ടു. അതേ കിടന്നുറങ്ങി. പിറ്റേ ദിവസം നേരം എടുത്ത് നല്ല ഉഷാറായിട്ട് ആൾ എഴുന്നേറ്റ് വന്നു. ഒരു ചുമ പോലും അന്ന് രാത്രി ചുമച്ചില്ല. അല്ല എന്നും ചുമയും ശ്വാസം മുട്ടലും ഏറ്റിരുന്ന് ഭയങ്കര ഒരു വലിക്കുന്നത്. അങ്ങനെ കിടന്നിരുന്ന ആളാണ്. അത് റിസൾട്ട് ഉണ്ടായി. പിന്നെ അതിനേക്കാൾ വലിയൊരു റിസൾട്ട് എനിക്ക് തന്നെ ഉണ്ടായി. കാരണം ഈ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന കൊച്ചിനെ ഇട്ടിട്ട് എനിക്കൊരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ മുട്ടിൻ്റെ താഴോട്ട് ബ്ലഡ് ഓട്ടം ഇല്ലായിരുന്ന കാലമാണ്. ഓട്ടോമാറ്റിക്കലായിട്ട് അതെനിക്ക് ഓക്കെയായി. ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിച്ചപ്പോഴാണ് ഈ കിട്ടിയ റിസൾട്ടുകളെല്ലാം. അതിൽ പിന്നെ ഞാനൊരു 2 മാസം 3 മാസത്തോളം ഞാൻ ഇങ്ങനെ അങ്ങ് തള്ളിവിട്ടു. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇതിലോട്ട് ഇങ്ങനെ ഇറങ്ങിയാലോ. ഒന്നാം തരം തയ്യക്കടയായിരുന്നു. തയ്യക്കട കൂടെ തയ്ച്ചുകൊണ്ടിരുന്ന കൊച്ചിനെ ഏൽപ്പിച്ചിട്ട്, തയ്യക്കട നീ ഇനി ഏറ്റെടുത്തോ, എനിക്ക് ഇതിന് പുറകെ നടക്കാൻ സമയമില്ല, ഞാൻ വന്ന് വെട്ടിത്തരാം എന്നും പറഞ്ഞ് ആ കൊച്ചിനെ ഏൽപ്പിച്ച് തയ്യക്കട നിർത്തി. ഈ ബയോഡേറ്റത്തിൽ കൂടെ അന്ന് ഇറങ്ങിയതാണ് ഞാൻ. ഇന്ന് ഈ നിമിഷം വരെ ഒരു 6 മാസം കാലത്തോട് നല്ലതായിട്ട് വർക്ക് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ടുകളും കിട്ടി. എനിക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടി. ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവ് കിട്ടി. അതൊക്കെ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. എൻ്റെ ഭർത്താവിൻ്റെ അസുഖങ്ങൾ ഒത്തിരി റിസൾട്ടുകൾ കിട്ടി. എൻ്റെ ഭർത്താവിൻ്റെ അസുഖങ്ങൾ മാറി. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കാനുള്ള ഒരു എനർജി കിട്ടി. എന്താ പറയുന്നത്, നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടി, നല്ല നല്ല ലീഡർമാരെ കിട്ടി. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. നന്നായിട്ട് ഈ ബയോട്ടോറിയം നെഞ്ചോടെ ഏറ്റെടുത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു. ഈ 6 മാസക്കാലം കൊണ്ട് എനിക്കൊരു 3 ലക്ഷം രൂപയോളം വരുമാനം എൻ്റെ അക്കൗണ്ടിലോട്ട് വന്നു. ഇതൊക്കെ പോലെ നമുക്ക് ജീവിക്കാം. ഇനി ഒന്നും വെറുതെ ഇരിക്കത്തില്ല, തകർത്തടിക്കുക. നമ്മുടെ രതീഷ് കാലിൽ സാർ പറയുന്ന പോലെ തന്നെ തകർത്തടിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വാങ്ങാത്തവർ ആരും ഗ്രൂപ്പിലുണ്ടെങ്കിൽ
അവരോട് ഞാൻ ദൈവത്തെ ഓർത്ത് ഇനി ഒരു ഹോസ്പിറ്റലും പോയി 10 പൈസ കളയാം 65 ലക്ഷം രൂപ കാരിത്താസിൽ കൊണ്ട് കൊടുത്ത വ്യക്തിയാണ് ഞാൻ. ഈ ലോകത്ത് ഏത് ഹോസ്പിറ്റലാണ് അവിടെ എല്ലാം ഞങ്ങൾ കൊണ്ടുപോയിട്ട് കിട്ടാത്ത റിസൾട്ടാണ് ഈ ഒരു പ്രോഡക്റ്റിലൂടെ ഞങ്ങൾക്ക് കിട്ടിയത്. അത് നെഞ്ചോടെ എത്തിച്ച് തന്നെ ഞങ്ങൾ ചെയ്യുന്നു.